പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഇത്തരമൊരു സന്ദർഭത്തിൽ നടത്തേണ്ട ഉജ്ജ്വലമായ ഒരു പ്രഭാഷണമാണ് ഗുരുതുല്യനായ നദ്വി സാഹിബ് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ നൂറുർ റഹ്മ എന്ന പേരിലാണ് കുറേ സമയം ഇങ്ങനെ സ്തംഭിച്ചു പോയത്. നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, അല്ലേ? വെളിച്ചം. വെളിച്ചത്തിന്റെ വിപരീതം എന്താ? ഇരുട്ട്. ഇരുട്ട് എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഉണ്ടോ? ഉണ്ടോ? ഇരുട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ശരിക്കും ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്? ഇല്ല. വെളിച്ചമേ ഉള്ളൂ. വെളിച്ചമില്ലാത്ത അവസ്ഥക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇരുട്ട്. അതുകൊണ്ടാണ് വെളിച്ചം പുറത്തേക്ക് വരുന്ന ടോർച്ചുകളുണ്ട്, ഇരുട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഉപകരണവും ലോകത്തില്ല. വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും. ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കുറച്ച് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും, പക്ഷെ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് അതേപോലെ കുറച്ച് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ ഇരുട്ട് ഉണ്ടാകണമെങ്കിലുള്ള ഒരേ ഒരു വഴി അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. അപ്പൊ ഇരുട്ടുണ്ടോ? ഇരുട്ടില്ല, വെളിച്ചമേ ഉള്ളൂ. സത്യവും അസത്യവും അങ്ങനെയാണ്. സത്യമേ ഉള്ളൂ. സത്യം വരുന്നത് വരെ മാത്രമുള്ള ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസത്യം, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഒരു അസത്യം, അതിൻ്റെ ആയുസ് സത്യം എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. അസത്യം ഉണ്ടാക്കി വെച്ച എല്ലാ വൈക്കോൽ കൂനകൾക്കും സത്യം വന്ന് തീ കൊടുക്കും. സത്യം വന്ന് തീ കൊടുക്കുന്നത് വരെ മാത്രമേ അസത്യത്തിന്റെ എല്ലാ വൈക്കോൽ കൂനകൾക്കും ആയുസ്സുള്ളൂ. സത്യം മാത്രമേ ഉള്ളൂ, വെളിച്ചം മാത്രമേ ഉള്ളൂ. നിങ്ങള് കരുണയുടെ വെളിച്ചം എന്നാണ് ഈ പ്രോഗ്രാമിനിട്ട പേര്. കരുണയുടെ വെളിച്ചം, നൂറുർ റഹ്മ. റഹ്മ എന്നുള്ള അറബി വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ശരിക്കും കേട്ടിട്ടുണ്ടോ? ഒന്നെന്താണ്? കാരുണ്യം. രണ്ടാമത്തെ അർത്ഥം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരർത്ഥമാണ്, ഗർഭപാത്രം എന്നാണ്. ഒരു വാക്കിന് രണ്ടർത്ഥങ്ങൾ, കാരുണ്യവും ഗർഭപാത്രവും. കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ പ്രത്യക്ഷത്തില് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ സൂക്ഷ്മമായി നോക്കിയാൽ ചെറിയ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? ഗർഭപാത്രം എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ അവളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ പാത്രമാണ്. 3-4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളൂ. 3-4 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വികസിക്കുന്നത്. സ്വയം വികാസമാണ് ഗർഭപാത്രത്തിന്റെ പ്രത്യേകത, അല്ലെ? കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മനസ്സ് വലുതാകലാണ്. അതാണ് കാരുണ്യം. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ, നമ്മുടെ മുന്നിലുള്ള ഈ മനുഷ്യന്റെ പലതരം സ്വഭാവങ്ങളെ, പലതരം പെരുമാറ്റങ്ങളെ, പലതരം മനുഷ്യാവസ്ഥകളെ, അതാണ് മനുഷ്യൻ എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. ഇതൊരു ശില്പമല്ല, ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയൊരു സാധനമല്ല, ഇതൊരു മനുഷ്യനാണ്. ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്, അത് മനസ്സാണ്. ആ മനസ്സുള്ളിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം
ഈ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കും, സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. രാവിലെ കണ്ട ആളല്ല വൈകുന്നേരം ആകുമ്പോ, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്. എന്താ കാരണം? ഇതൊരു ശില്പമല്ല, അതന്നെ കാരണം. ഇത് കല്ലുകൊണ്ടുണ്ടാക്കിയൊരു വിഗ്രഹമല്ല, ഇത് മനസ്സകത്തുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് 24 മണിക്കൂറും ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അതാണ് എന്ത്? കാരുണ്യം. പ്രണയം, സ്നേഹം എന്നൊക്കെ നമ്മൾ പറയൂ. അത് സദാസമയമൊന്നും വേണ്ട. അത് തരുന്ന ഒരാളെ ലോകത്ത് ഉണ്ടായാൽ മതി. ലോകത്ത് എവിടെങ്കിലും അങ്ങനെ ഒരാള് നമുക്ക് ഉണ്ടായാൽ മതി. ഏത് നിമിഷവും ഓടിച്ചെന്ന് കേറാൻ പറ്റുന്ന ഒരു മടിത്തട്ട് ഉണ്ടായാൽ മതി. പക്ഷെ കാരുണ്യം അങ്ങനെയല്ല. കാരുണ്യം 24 മണിക്കൂർ നമുക്ക് വേണം. അതില്ലാത്ത ഒരാളുടെ കൂടെ ഒരു റൂമിൽ ജീവിക്കാൻ പോലും കഴിയില്ല, ഒരു ഹോസ്റ്റലിൽ കഴിയാൻ പോലും കഴിയില്ല. എന്നിട്ടല്ലേ ജീവിതം. കാരുണ്യം ഇല്ലാത്തൊരു മനുഷ്യന്റെ കൂടെ നമുക്കൊരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല, റൂം ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ കാരുണ്യമില്ലാത്ത ഒരാളുടെ കൂടെ ഒരാളൊരു ജീവിതം, ഒരു ആയുസ് ജീവിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടായിരിക്കും ഖുർആൻ കല്യാണത്തെ കുറിച്ച് പറയുമ്പോ അല്ലെ, കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാളുകൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. അതാണ് സംഭവം. ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയാവുന്ന കാര്യമാണ് ഖുർആൻ കല്യാണത്തെ കുറിച്ച് പറഞ്ഞ വാക്കിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഉള്ളടക്കം അങ്ങനെയാണ്. ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഇത് ബാധകമാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്നാമതായി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ആള് ആകാശത്തിൽ നിന്ന് വരുന്ന ഒരു മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. അതാണ് മിൻ അംഫുസിക്കും. നമ്മുടെ നിക്കാഹ് പ്രസംഗങ്ങളില് ഈ ആയത്ത് എപ്പോഴും പറയും. പക്ഷെ ഈ ഭാഗം മാത്രം പറയൂല. ഈ ഭാഗം മാത്രമാണ് പറയുന്നത്. മിൻ അംഫുസിക്കും എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യന്മാർക്ക്. അതെന്താണെന്നറിയോ? ഈ കല്യാണം കഴിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ, അതൊരു മനുഷ്യനാണ്. ആകാശത്തിൽ നിന്ന് വരുന്ന മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ സ്വാഭാവികതകൾ എന്തൊക്കെയുണ്ട് നമുക്കറിയാമോ? നമ്മളെ കുറിച്ച് എന്തൊക്കെ അറിയാം? ആ സ്വാഭാവികതകളൊക്കെ ഉള്ള ഒരാളാണ് വരുന്നത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, നമുക്ക് എന്തൊക്കെയാണോ നമ്മളെ കുറിച്ച് അറിയുന്നത്, അതൊക്കെ ആവശ്യമുള്ള ഒരാളാണ് ഈ വരുന്നത് മനുഷ്യൻ. ബൈബിളിൽ ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെയല്ല, ഒരു സ്വപ്നം പോലെയാണ് പറയുന്നത്. ഒരു രാജാവിനെ കുറിച്ച്. രാജാവിന്റെ ശില്പം ഒരാള് ഉണ്ടാക്കുന്നതായി സ്വപ്നം കാണുക. പ്രവാചകനെ കാണുന്നത്, ഒരു പ്രവാചകൻ കാണുന്ന പോലെ. രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ. ആ നാട്ടിലെ ഏറ്റവും വലിയ ആളുടെ ശില്പമാണ് ഉണ്ടാക്കുന്നത്. ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. പക്ഷെ ഒരു അവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കളിമണ്ണ്, കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പോണ്ട് ഉണ്ടാക്കേണ്ടത്. കാരണം ശരീരത്തിന്റെ എല്ലാ ഭാരവും കാൽപാദത്തിന് കിട്ടുക. പക്ഷെ ഇത് നേരെ തിരിച്ചുണ്ടാക്കി. മറ്റുള്ളതെല്ലാം ഇരുമ്പ് കൊണ്ടും കഠിനമായ ലോഹം കൊണ്ടും കാൽപാദം കളിമണ്ണ് കൊണ്ടും. എന്താണ് സംഭവം? എത്ര വലിയ ആളാണെങ്കിലും, എത്ര മഹാനായ ആളാണെങ്കിലും, എത്ര ഭക്തയായ ആളാണെങ്കിലും മനുഷ്യനാണോ? കാൽപാദം കളിമണ്ണാണ്. തെന്നിപ്പോ, പതറിപ്പോ, ഇടർച്ചകൾ വരും. ഒരു കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ ദുർബലമാണ്. ഒരു ചെറിയ വശീകരണം, പ്രലോഭനം വരുമ്പോഴേക്ക് പതറിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സ്. അതാണ്. കുഞ്ഞിക്കാലടികൾ തെറ്റിപ്പോകുന്നത് പോലെ മുതിർന്ന കാലടി ആകുമ്പോഴും തെറ്റിപ്പോകും. ഒരു പാട്ടുണ്ടല്ലോ, അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മകൻ പാടുന്ന പാട്ടാണ്. എന്താ?
കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. അച്ഛനെ കുറിച്ച് പറയാ, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. കുട്ടി നടത്തം പഠിക്കുമ്പോൾ വീഴുന്നു. അങ്ങനെ വീഴുന്ന സമയത്തൊക്കെ ഒരു കൈ എന്റെ നേരെ ഇങ്ങനെ നീണ്ടുവരും. അതെന്റെ അച്ഛൻ. ഉള്ളിന്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നത് ഈ അച്ഛനാണ്. ആ ആ ഈ ഉള്ളിന്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. ഇതേപോലെ ഞാനിങ്ങനെ നടത്തം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ തെന്നിപ്പോകുന്ന നേരങ്ങളിൽ എന്റെ നേരെ നീണ്ടുവരുന്ന കൈകളായിരുന്നു എന്റെ അച്ഛന്റെ കൈകൾ. കുഞ്ഞിക്കാലടി മാത്രം നല്ല തെറ്റുക, മുതിർന്ന കാലടികളും തെറ്റും. ഇപ്പൊ നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും. ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന ഒരു അബദ്ധത്തിന്റെ പേരിൽ നാട്ടുകാർ മുഴുവനും, വീട്ടുകാർ മുഴുവനും, കുടുംബക്കാർ മുഴുവനും നമ്മളെ തള്ളി പറയുന്നു എന്ന് വിചാരിക്കുക. എല്ലാവരും നമ്മളെ തള്ളി പറയുന്നു. നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ അതേ നാവുകൾ കൊണ്ട് നമ്മളെ കുറിച്ച് മോശം വാക്കുകൾ പറയുന്നു. എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്ന ദിവസം നമ്മളെ തിരിച്ചു വിളിക്കാൻ ഒരാൾ വേണം. അതാണ്. എല്ലാവരും നമ്മളെ തള്ളിപ്പറയുമ്പോഴും പ്ലീസ് കം ബാക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മാടി വിളിക്കാൻ ഒരാൾ വേണം. ആ ആളോടാണ് പടച്ചോൻ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആകാശത്തിൽ നിന്നൊരു മലക്കല്ല, ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനാണ്. ചെറിയ വാക്കല്ലത്. വിവാഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പടച്ചോൻ പറഞ്ഞത്. പക്ഷെ എല്ലാ ബന്ധങ്ങളിലും ഇത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുടുംബങ്ങളാണ് കാണുന്നത് മുഴുവനും. പാപ്പന്മാരുണ്ട്, മക്കളുണ്ട്, ഉമ്മമാരുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. ഇത്രയേറെ കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഈ സദസ്സിനോട് എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഒരേ ഒരു കാര്യം. അതെന്താണെന്നറിയോ? ഈ വിവാഹത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയില്ലേ? എന്താണ്? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഒരു വരിയിൽ തീരുന്ന അത്രയും ചെറിയ പ്രാർത്ഥനയാണ്. അറബിയിൽ എഴുതിയ ഒരു വരിയിൽ തീരും, അത്രയേ ഉള്ളൂ, അല്ലേ? അത്രയും ചെറിയൊരു പ്രാർത്ഥനയിൽ ഒരു വാക്ക് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ വാക്ക് എന്നറിയോ? ബർക്കത്ത് എന്നാണ് ആ വാക്ക്, അല്ലേ? ബർക്കത്ത്. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാല്? എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ബർക്കത്ത് എന്ന് പറഞ്ഞാല് ചുരുക്കി പറഞ്ഞാൽ എന്താണെന്നറിയോ? മനസ്സമാധാനം ആണ്. മനസ്സമാധാനം. അത് വെറുതെ കിട്ടൂല. ദിവസം 100 രൂപ മാത്രം വരുമാനമുള്ള ആൾക്കാരും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. പൈസയിലൊന്നല്ല കാര്യം, പിന്നെ എന്തിലാണ് കാര്യം? നമ്മൾ എവിടെ ജീവിക്കുമ്പോഴും ആരുടെ കൂടെ കഴിയുമ്പോഴും നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാനും അതിലേറെ സമാധാനമായി ഉണരാനും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. സമാധാനമായി ഉറങ്ങാൻ ചിലപ്പോൾ മരുന്നൊക്കെ കിട്ടും, മെഡിസിനൊക്കെ ഉണ്ട്, ഉറക്കത്തിനുള്ള മരുന്നൊക്കെ ഉണ്ട്, ഉറക്കത്തിനുള്ള ഗുളികയൊക്കെ കിട്ടും, സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കിട്ടും, ഉറങ്ങാൻ മരുന്നൊക്കെ കിട്ടും. പക്ഷെ സമാധാനത്തോടെ ഉണരാൻ ലോകത്ത് മരുന്നുകളൊന്നുമില്ല. സമാധാനത്തോടെ ഉറങ്ങാൻ മരുന്നുണ്ട്, സമാധാനത്തോടെ ഉണരാൻ മരുന്നില്ല. സമാധാനത്തോടെ ഉണരുന്നൊരവസ്ഥയില്ലേ? അതാണ് ബർക്കത്ത്. എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ആ മനസ്സമാധാനം വരുന്നത്? എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ നിങ്ങളോട് ചുരുക്കി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്നാമത്തേത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരില്ലേ? ഒരേ മേൽക്കൂരയുടെ താഴെയുള്ള നമ്മൾ 3ഓ 4ഓ മനുഷ്യന്മാരില്ലേ? ആ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മുൻഗണനയുള്ള മനുഷ്യന്മാരായി മാറുക എന്നുള്ളത്. ലോകത്ത് വേറെ ആരും നമുക്ക് മുൻഗണനയുള്ള ആൾക്കാരല്ല. നമ്മുടെ വീടിന്റെ കൂടിന്റെ അകത്തുള്ള ആ 3ഓ 4ഓ 5ഓ 2ഓ 3ഓ മനുഷ്യന്മാരില്ലേ? ആ ശ്വാസങ്ങളില്ലേ? ആ കണ്ണുകളില്ലേ? അത് നനയരുത്.
ആ മനസ്സില്ലേ അത് വിങ്ങരുത്, ആ ഉള്ളില്ലേ അത് പെടയരുത്. നമ്മുടെ കൂടെയുള്ള ആ 4-3 മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റിയായി മാറുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ സാറ് പറഞ്ഞില്ലേ, ആരാധനകളെ കുറിച്ച് പറഞ്ഞില്ലേ. ഇപ്പോ നിസ്കാരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരുകളുണ്ട് അല്ലെ, സുബ്ഹ് ളുഹർ എന്നൊക്കെ പറയില്ലേ, അത് നിസ്കാരങ്ങളുടെ പേര് ആണോ? നിസ്കാരങ്ങൾക്ക് പേരില്ല. നമ്മൾ പറയുന്ന പേര് സ്വലാത്ത് സുബ്ഹ് എന്നാണ്. സുബ്ഹ് നേരത്തെ നിസ്കാരം. സുബ്ഹ് എന്ന പേരുള്ള നിസ്കാരമല്ല, സുബ്ഹ് നേരത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് പേര് കിട്ടുന്നു. അങ്ങനെ പേരുകളേ ഉള്ളൂ. സത്യത്തിൽ എന്താണ് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പഠിച്ചോ നമ്മളോട് പറയാ, എടാ എനിക്കറിയാം നിനക്ക് കുറെ തിരക്കൊക്കെ ഉണ്ടാവും, ഭൂമിയിൽ നിനക്ക് കുറെ കാര്യങ്ങളുണ്ട്, കുറെ തിരക്കുകളുണ്ട്, അറിയാം. എന്നാലും ഒരു 5 നേരം നിന്റെ അടുത്ത് വന്നിട്ട് കുറച്ചു നേരം എന്നോട് മിണ്ടി പറയണം കേട്ടോ. അതാണ് നിസ്കാരങ്ങൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ക്വാളിറ്റി ടൈം എന്നാ പറയാ. പഠിച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണത്. നമ്മൾ ഏറ്റവും സുന്ദരമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ മുഖം താഴെ കൊണ്ടുപോയി വെക്കുക, മണ്ണില. ശരിക്കും അവിടെ നിസ്കാരപ്പടം ഉണ്ടാവും. സത്യത്തിൽ ആ നിസ്കാരപ്പടം നാളെ ഉണ്ടാവണമെന്നില്ല. ഒരു പ്രളയം വന്നാൽ എല്ലാം ഇല്ലാതായി പോകും. പിന്നെ എവിടെ നമ്മൾ മുഖം വെക്കുക? മണ്ണില വെക്കുക അല്ലെ. നമ്മൾ ഏറ്റവും സുന്ദരമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ മുഖം, പഠിച്ചോനെ നീയാണ് വലുത്, നീയാണ് വലിയവൻ, എനിക്ക് വേറൊന്നും വലുതല്ല, പഠിച്ചോനെ നീയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് മണ്ണിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന അതിമനോഹരമായ മധുരോദാരമായ ഒരു അനുഭവത്തിന്റെ പേരാണ് സുജൂദ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് മുകളിലും നമ്മുടെ ഹൃദയം താഴെയാണ് വരിക. തലച്ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളാ, സംശയങ്ങളാ, ചോദ്യങ്ങളാ, ഇതൊക്കെയാണ് തലച്ചോറിനകത്തുള്ളത്. ലോജിക്കൽ എന്നാണ് പറയാ. ഹൃദയം എന്ന് പറഞ്ഞാലോ ചോദ്യങ്ങളല്ല, അനുസരണ മാത്രമേ ഉള്ളൂ. സംശയങ്ങളില്ല, അനുസരണ മാത്രമേ ഉള്ളൂ. കരുണ, സ്നേഹം, വാത്സല്യം, ഓർമ്മകൾ, ഇതിനൊക്കെ നമ്മൾ പറയുന്ന ഹൃദയത്തെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപമയാക്കിയിട്ട് പറയാം. ഇത് ലോജിക്കലാണെങ്കിൽ ഇത് ഇമോഷണലാണ്. നിറയെ ഇമോഷൻസ്, ഫീലിങ്സ് ആണ് അല്ലേ. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് തലച്ചോറ് മുകളിലും ഹൃദയം താഴെയാണ്. ഇത് നേരെ തിരിച്ചാകണ ഒരേ ഒരു സമയമുള്ളൂ അല്ലേ. ഹൃദയം മുകളിലും തലച്ചോറ് താഴെയുമാകുന്ന അതീവ ഹൃദ്യമായ ഒരു അനുഭവത്തിന്റെ പേരാണ് സുജൂദ്. സുജൂദ് ഏതാ? സുജൂദ് എന്ന് പറഞ്ഞാൽ അനുസരണയാണ്, ചോദ്യങ്ങളൊന്നുമില്ല. 3, 4, 5, 6 ഒക്കെ അടി ഉയരമുള്ള മനുഷ്യൻ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് പഠിച്ചോനോട് പറയാ, പഠിച്ചോനെ നീയാണോ വലുത്, എനിക്ക് എന്റെ പൈസ ഒന്നും വലുതല്ല, എന്റെ കച്ചവടമൊന്നും വലുതല്ല, എന്റെ വീടൊന്നും വലുതല്ല, ഒന്നും എനിക്ക് വലുതല്ല, ഒക്കെ തന്നോനാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നിസ്കാരങ്ങൾ ശരിക്കും എന്താ? പഠിച്ചോനോട് നമ്മൾ നടത്തുന്ന ക്വാളിറ്റി ടൈമിന്റെ ഷെയറിംഗ് ആണ്. സമയമല്ല, നല്ല സമയം. ഇപ്പൊ ഒരു സൊഫില് 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ ചെയ്തത് ഒരേ കാര്യമാണ്. കൈ കെട്ടുന്നു, റുക്കൂ ചെയ്യുന്നു അല്ലെ, ഒരേ കാര്യമാണ്. പ്രാർത്ഥിച്ചത് ഏകദേശം ഒരേ കാര്യങ്ങളാണ് നിസ്കരിക്കുമ്പോ. പക്ഷെ ആ 10 ആളുകൾക്കും 10 കൂലിയാണ് അല്ലെ. എല്ലാവർക്കും ഒരേപോലെയാണോ പ്രതിഫലം? അല്ല, 10 ആളുകൾക്ക് 10 പ്രതിഫല. കാരണം ചില ആളുകൾ ആ നിസ്കാരത്തിൽ മനസ്സുണ്ടാവില്ല, ശരീരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവര് പഠിച്ചോന് സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നല്ല സമയം കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ കൂടെ ജീവിക്കുന്ന ആള് എന്നോട് പറയാ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ നമുക്ക് സംസാരിക്കാം, നമുക്ക് 5:30 മുതൽ 6 മണി വരെ നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് 5:30 മുതൽ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അയാൾ എന്നോട് സംസാരിക്കുകയാണ്. അയാൾ സംസാരിക്കുമ്പോ ഞാൻ എന്റെ ഫോണിൽ നോക്കിയിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അയാൾ പറയുന്നതിനൊക്കെ ഞാൻ മൂളുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അയാൾ എന്താണ് പറഞ്ഞതെന്ന് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അയാളെ കേൾക്കാൻ വേണ്ടി ഇരുന്നതേ ഉള്ളൂ. ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ അയാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്.
ക്വാളിറ്റിയുള്ള സമയം കൊടുത്തിട്ടില്ല, നല്ല സമയം കൊടുത്തിട്ടില്ല. നല്ല സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് അതേപോലെ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്രയും ശ്രദ്ധയോടെ ഒരാളെ കേട്ടിരിക്കുന്നതിന്റെ പേരാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നിസ്കാരങ്ങൾ അതാണ്. ശരിക്കും നിസ്കാരം എത്ര സമയമായിരുന്നു? 5 അല്ല 50 സമയമായിരുന്നു. 50 വക്തായിരുന്നു അല്ലേ? പിന്നെയാണ് അത് 5 ആക്കിയിട്ട് ചുരുക്കിയത്. ശരിക്കും പഠിച്ചവൻ ആഗ്രഹിച്ചത് ഈ തിരക്കിന്റെ ഇടയിൽ 50 പ്രാവശ്യം പഠിച്ചവനോട് നമ്മൾ വർത്തമാനം പറയുന്നതായിരുന്നു. പക്ഷെ പഠിച്ചവനത് ചുരുക്കി 5 വട്ടം മതി എന്നുള്ള തീരുമാനത്തിലെത്തി. ക്വാളിറ്റി ടൈമിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ. നമ്മളെ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മളെ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. അതിനെന്ത് വേണം? നമ്മളും അവരും തമ്മിൽ സംസാരിക്കാനുള്ള പൊതുവായ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ചിലപ്പോൾ അമ്മക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഇപ്പൊ ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, നിങ്ങൾക്കറിയില്ലേ? ബാഴ്സലോണ അറിയില്ലേ? എന്റെ ക്ലബ് ഏതാ? ആണോ? ബാഴ്സലോണ ഇഷ്ടമല്ല? അല്ല, ലോകത്തിലുള്ള ക്ലബ്ബാണ് ഞാൻ ചോദിച്ചത്. PSG, ബാഴ്സലോണ, അങ്ങനെ ക്ലബ്ബുകളില്ലേ? തന്നെ. ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ട് കേട്ടോ, വലിയ ക്ലബ്ബാണ്. അതൊരു ചെറിയ നാട്ടിൻപുറത്ത് തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങണമല്ല, തുടങ്ങിയിട്ട് പിന്നെ ലോകം മുഴുവനും ഏറ്റവും റേറ്റിംഗിൽ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ക്ലബ്ബാണ് ബാഴ്സലോണ. എനിക്ക് പേഴ്സണലി ഒരു വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ടീമിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യം നമുക്ക് വന്നു. എന്താണ് ബാഴ്സലോണയുടെ ചരിത്രം എന്ന് പഠിക്കേണ്ടി വന്നു. ബാഴ്സലോണയിൽ കളിച്ചു വളർന്ന പ്രഗത്ഭരായ കളിക്കാർ ആരൊക്കെയാണ് എന്ന് അറിയേണ്ടി വന്നു. ഇപ്പൊ ആരൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്ന് അറിയേണ്ടി വന്നു. അത് ആരൊക്കെയാണ് അതിന്റെ മാനേജർമാര് എന്ന് പഠിക്കേണ്ടി വന്നു. കോച്ചുമാർ ആരൊക്കെയെന്ന് പഠിക്കേണ്ടി വന്നു. ഇതെന്തിനാണെന്നറിയോ? 13 വയസ്സുള്ള ഒരാളുണ്ട് വീട്ടില്. അയാളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാഴ്സലോണയെ കുറിച്ച് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാവുക. അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അയാളോട് സംസാരിക്കാൻ വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്ത് പറയും? പാപ്പാക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും, ഉമ്മാക്ക് അതൊന്നും മനസ്സിലാവില്ല, പാപ്പാക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന ആൾക്കാരെ തെരഞ്ഞു പോകും, അല്ലേ? നമ്മളെ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. അതാണ്. ഒരു വീടിനകത്തേക്ക് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവില്ല. ആ വീടിനകത്തുള്ളത് ആരൊക്കെയാണോ അവർ നമുക്ക് ഏറ്റവും പ്രയോറിറ്റിയുള്ള മുൻഗണനയുള്ള മനുഷ്യന്മാരായി മാറുമ്പോഴാണ്. അങ്ങാടിയല്ല നമുക്ക് മുൻഗണന, നാട്ടുകാരല്ല നമുക്ക് മുൻഗണന, കൂട്ടുകാരുമല്ല നമുക്ക് മുൻഗണന. എല്ലാം കഴിഞ്ഞ് അവസാനം കയറി വരാനുള്ള സ്ഥലമാണ് നമുക്ക് മുൻഗണന. അതാണ് ആഘോഷങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. കല്യാണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. പിറ്റേന്ന് അവിടെ ബിരിയാണി ഉണ്ടാവില്ല. ബിരിയാണി വെച്ച ചെമ്പ് എടുത്തോണ്ട് പോകുന്നതാണോ? കെട്ടിയ പന്തലൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നതാണോ? അതെന്തുകൊണ്ടാ? കല്യാണത്തിന്റെ പിറ്റേന്ന് കല്യാണമില്ല, ആഘോഷങ്ങളുടെ പിറ്റേന്ന് ആഘോഷമില്ല. ഇതേപോലെ ഇന്ന് നമുക്ക് കൂട്ടുകാരും നാട്ടുകാരും കമ്പനിയും ഒക്കെ ഉണ്ടാവും. ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. പക്ഷെ അതൊക്കെ അവസാനിക്കുന്ന ഒരു പിറ്റേന്നുണ്ട്. ആ പിറ്റേന്ന് ഇവരൊന്നുണ്ടാവില്ല. വല്ലപ്പോഴും കാണാൻ വരുന്ന ആളുകൾ മാത്രമായി ഇവര് മാറും. നമുക്ക് ഈ ഇതേ ഉണ്ടാവുള്ളൂ. ഈ വീടിനകത്തുള്ള 3-4 ആളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് മുൻഗണന എന്ന് പറയുന്നത്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പനി വരുന്നു എന്ന് വിചാരിക്കുക. നല്ല പനി ഇങ്ങനെ തോന്നുന്നു, നമുക്ക് നല്ല കുളിരും ഒക്കെ തോന്നുന്നു. നമ്മളിങ്ങനെ വിറക്കാൻ തുടങ്ങുന്നു. തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. ആ ബസ്സിൽ ഏതെങ്കിലും ഒരാള് നമ്മളോട് ചോദിക്കുവോ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കോ? നമ്മൾ വീണാ ചിലപ്പോൾ ചോദിക്കും, അല്ലേ? അതുവരെ ആ ബസ്സിലുള്ള ഒരാളും അപരിചിതരായ ഒരാളും നമ്മളോട് ചോദിക്കാൻ പോകുന്നില്ല എന്ത് പറ്റിയെന്ന്. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എത്തി വാതിൽ തുറന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നാമത്തെ ചോദ്യം എന്ത് പറ്റിയെന്ന്. അത് ചുക്ക് കാപ്പിയാകുന്നു, കമ്പിളിപ്പുതപ്പാകുന്നു,
ഡോളോ ആകുന്നു, ഓയിൽമെന്റ് ആകുന്നു, മരുന്നാകുന്നു. മുൻഗണന ആ മനുഷ്യന്മാരാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നെയാണ്. അതെവിടെയാണോ തെറ്റുന്നത് അവിടെ നമ്മുടെ വീടിനകത്തുള്ള ആനന്ദം കുറയും. ഒരമ്മയും അമ്മയുടെ കുട്ടിയെ ഇങ്ങനെ തോളിലേറ്റ് ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാ. ഭിക്ഷക്കാരിയാണ്. അങ്ങനെ ഭിക്ഷക്കാരിയായ ആ അമ്മ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് ഒരു വലിയ ഗുഹ ഇങ്ങനെ കണ്ടത്. ആ ഗുഹയുടെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ ഈ അമ്മയോട് പറഞ്ഞു, ഈ ഗുഹയുടെ അകത്ത് മുഴുവനും സ്വർണമാണ്, വെള്ളിയാണ്, പണമാണ്, വലിയ വലിയ പൈസയുടെ കെട്ടുകളാണ്. സ്വർണ്ണുണ്ട്, വെള്ളിയുണ്ട്, പൈസയുണ്ട്, ഒക്കെ ഉണ്ട് ഗുഹയുടെ അകത്ത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ 2 മിനിറ്റ് മാത്രമേ ഈ ഗുഹയുടെ അകത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ബെല്ലടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടണം. പുറത്തേക്ക് ചാടിയിട്ടില്ലെങ്കിൽ ഗുഹ അടഞ്ഞു പോകും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അമ്മക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്വർണവും വെള്ളിയൊക്കെ അല്ലേ ഇതിനകത്തുള്ളത്. അമ്മ നേരെ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയി. സ്വർണവും വെള്ളിയും പൈസയും ഒക്കെ വാരിക്കൂട്ടാണ്. കിട്ടാവുന്ന എല്ലാ ഭാണ്ഡങ്ങളിലും വാരിക്കൂട്ടാണ്. അങ്ങനെ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞു. ആ അമ്മ പുറത്തേക്ക് ചാടി, രക്ഷപ്പെട്ടു. ഗുഹ അടഞ്ഞുപോയി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഇതൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ഒക്കത്തുണ്ടായിരുന്ന കുഞ്ഞിനെ ആ ഗുഹയുടെ അകത്ത് മറന്നു വെച്ചു. ഇനി ആ അമ്മയ്ക്ക് എന്ത് കിട്ടിയിട്ടെന്താണ് കാര്യം? ഇതാണ് മുൻഗണന. എവിടെയാണോ പരിഗണനകൾ തെറ്റിപ്പോകുന്നത് പിന്നുണ്ടാകുന്നത് മുഴുവനും വേദനയായിരിക്കും. അതാ വേദന എന്നുള്ളതൊരു സംസ്കൃത വാക്കാണ്. വേദന 2 വാക്കുകളാണ് അത് കേട്ടോ. വേദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിവ് എന്നാണ്. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. അപ്പൊ എന്തായി? സർ, അറിവില്ല. വേദന എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണോ അതിനെല്ലാം ഒടുവിൽ ഉണ്ടാകുന്ന ഖേദത്തോടെ നമുക്കുണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് വേദന. അപ്പൊ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ഏറ്റവും മുൻഗണനയുള്ളവരായി മാറുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നമ്മുടെ ധാർമ്മികതയാണ്. എവിടെയാണോ നമ്മുടെ ഉള്ളിലെ ഒരു സദാചാര ബോധത്തിന് പിഴവുകൾ വരുന്നത് അവിടെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. എല്ലാ ബർക്കത്തും നഷ്ടപ്പെടും. എത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലെ സദാചാരനിഷ്ഠമായൊരു ജീവിതമല്ല ഉള്ളതെങ്കിൽ ജീവിതത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല. എത്ര ആളെ കാണിച്ചു തരണം, എത്ര ആളുകളെ കാണിച്ചു തരണം. ഇത് പുസ്തകത്തിൽ വായിച്ചിട്ടല്ല പറയണ, നമ്മൾ കണ്ട അനുഭവങ്ങളിൽ നിന്നാണ് പറയണത്. എവിടെയാണോ ഒരു മനുഷ്യന്റെ സദാചാര ബോധം കുറഞ്ഞു പോകുന്നത് അയാളുടെ മനസ്സിലോ ജീവിതത്തിലോ സമാധാനം അയാൾക്ക് കിട്ടൂല. കാരണം ആ സമാധാനം തകർക്കുന്ന ഒരു കാര്യം അയാൾ ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അസത്യം എന്നൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞില്ലേ? സത്യം വരുന്നത് വരെ ഉള്ളത്. അസത്യത്തിന് സത്യം വരുന്നത് വരെ മാത്രമേ ആയുസ്സുള്ളൂ. സദാചാരനിഷ്ഠമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന മനുഷ്യന് ഒരുപാട് കള്ളങ്ങളിലൂടെ ജീവിക്കേണ്ടി വരും. അതാണ് അതിന്റെ പ്രശ്നം. സത്യത്തെ കുറിച്ച് പഠിച്ചോൻ പറഞ്ഞത് എന്താ പറഞ്ഞേ? പഠിച്ചോന്റെ പേരാണ് സത്യം, അല്ലേ? സത്യം ഉള്ളവൻ എന്നല്ല, കാരുണ്യമുള്ളവൻ എന്നാണ് പറഞ്ഞത്. റഹീം, റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാല് കാരുണ്യം ഉള്ളവൻ എന്നാണ്. അങ്ങനെയല്ല പഠിച്ചോൻ പറഞ്ഞത്. സത്യം എന്നാണ് പറഞ്ഞത്. ഹക്ക്, സത്യമുള്ളവൻ എന്ന് അതിനൊരു അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെ കുറെ പേരുകളുണ്ട് അള്ളാഹുവിന്. അദിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നീതി. നീതിമാൻ എന്നല്ല, നീതി. നൂർ, വെളിച്ചം. അതേപോലെയാണ് ഹക്ക്, സത്യം.
എവിടെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ സത്യത്തിന് കോട്ടം വരുന്നത്, അവിടെ അയാളുടെ ഉള്ളിലെ സമാധാനത്തിന് കോട്ടം വരും. കാരണം സമാധാനവും അസത്യവും ഒരുമിച്ച് ജീവിക്കൂല. അതുകൊണ്ടാണ് അസത്യം എവിടെയാണുള്ളത് അവിടെ സമാധാനം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകും. സത്യമുള്ളിടത്തെ സമാധാനം ഉണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഹൈന്ദവ വീടുകളില്ലേ, പഴയ വീടുകള്, ആ വീടുകൾക്ക് അവര് പറയുന്ന ഒരു പേരുണ്ട്. വീട് എന്നല്ല പറയാം, ഇല്ലം എന്ന് പറയില്ല, ഇല്ലം. അതേപോലെ അവര് വിളിക്കുന്ന ഒരു പേരുണ്ട്, മന എന്ന് വിളിക്കും അല്ലെ, മനക്കൽ എന്നൊക്കെ പറയില്ല. മന എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംസ്കൃത വാക്കാണ്. മന എന്ന് പറഞ്ഞ 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. ഭയങ്കര രസമുള്ളൊരു വാക്കാണ് മന. 2 വാക്കുകളാണ് മന. മാ ന. മാ എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ. ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്തായി? ഞാൻ ഇല്ല. വീടിന് പറയുന്ന പേരാണ് കേട്ടോ അത്. വീടിന് പറയുന്ന പേരാണ്. ഇപ്പൊ എന്റെ വീടുണ്ട്, മഞ്ചേരി എനിക്കൊരു വീടുണ്ട്. ആ വീടിന് സംസ്കൃതത്തില് വിളിക്കുന്ന ഒരു പേരെന്താണ്? മന എന്ന് പറഞ്ഞാൽ ഞാനില്ല, ഞാനില്ല. പാടൂരുള്ള നിങ്ങളാ വീടില്ലേ, അതിനെ വിളിക്കാവുന്ന ഒരു പേരെന്താണ്? മന, ഞാൻ ഇല്ല. പിന്നെയോ ഞങ്ങളേ ഉള്ളൂ. അതെയോ, ഞാനില്ല, നമ്മളേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമാണെങ്കിൽ അത് ഹോസ്റ്റലിലാണ്, വീട്ടിലല്ല. എനിക്ക് മാത്രമായിട്ടുള്ള സ്വപ്നങ്ങളും കിനാവുകളുമാണ് എൻ്റെ ഉള്ളിൽ നിറയുന്നതെങ്കിൽ എനിക്കൊരു ഹോസ്റ്റലിൽ ജീവിക്കാൻ കൊള്ളുന്ന ഒരാളാണ് ഞാൻ. ഒരു കുടുംബത്തിൽ ജീവിക്കാൻ കൊള്ളുന്ന ഒരാളല്ല. ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളായി ഞാൻ മാറുന്നത് എപ്പോഴാണ്? എനിക്ക് മാത്രമായിട്ട് ഞാൻ ചിന്തിക്കുമ്പോഴല്ല, എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യന് വേണ്ടിയിട്ടും ഞാൻ ചിന്തിക്കുമ്പോഴാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ 7 ആളല്ലേ കളിക്കുക സെവൻസിൽ. ഒരാൾ ഗോളി ആയിരിക്കും, ബാക്കി 6 ആളുകളാണ് ഗ്രൗണ്ടിലുള്ളത്. ഒരാളുടെ കയ്യിൽ പന്ത് കിട്ടും, അയാൾ 2ാമത്തെ ആൾക്ക് കൊടുക്കും, അയാൾ 3ാമത്തെ ആൾക്ക് കൊടുക്കും, 4ാമത്തെ ആളും 5ാമത്തെ ആളും കഴിഞ്ഞ് 6ാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടിയിട്ട് അയാളായിരിക്കും ഗോൾ അടിച്ചിട്ടുണ്ടാവുക അല്ലേ? ജയിച്ചതാരാ? ടീമാണ് ജയിച്ചത്. ഗോൾ അടിച്ചതാരാ? ഒരാളാ. ജയിച്ചതാരാ? ഒരു ടീമാണ്. ഇതാണ് കുടുംബം. ചെങ്ങല പോലെയാ. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന ഒന്നാണ് ചെങ്ങല. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ശക്തിയുള്ള ഒരു ആയുധമാണ് ചെങ്ങല. പക്ഷെ അതിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, ചെങ്ങലയുടെ എല്ലാ ശക്തിയും ഇല്ലാതാവും. ആവൂലേ? ഒരാള് ഗോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്നത് പോലെ, ഒരു കണ്ണി കേട് വന്നാൽ എല്ലാ കണ്ണിയെയും അത് ബാധിക്കുന്നത് പോലെയാണ് കുടുംബം. അപ്പൊ ഞാൻ ചില കുഴികളിലേക്ക് പോകാതെ, ചില അപകടങ്ങളിലേക്ക് പോകാതെ നമ്മൾ സ്വയം സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ വീട്ടിലുള്ള ആ കണ്ണുകൾ നിറയരുത്, ആ മനസ്സുകൾ വിങ്ങരുത്, നാട്ടുകാരുടെ ചോദ്യങ്ങളുടെ മുന്നിൽ അവർ പതറിപ്പോകരുത്, നമ്മൾ കാരണം അവർ അപമാനിതരാകരുത് എന്ന നിരന്തരമായ ജാഗ്രത കൊണ്ടാണ് ചില കുഴികളിലേക്ക് വീഴാതെ നമ്മൾ സ്വയം നമ്മളെ കാക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഒരു കുടുംബത്തിന് പറ്റിയ ആളാവുന്നത്. അതാണ് ബർക്കത്തിന് വരാനുള്ള വഴി. 3ാമത്തേത് നമ്മുടെ സമ്പാദ്യം നന്നാവുക എന്നുള്ളത്. സമ്പാദ്യത്തെ കുറിച്ച് നേരത്തെ സീറുപടി പറഞ്ഞില്ലേ? പഠിച്ചവൻ 2 കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്നെന്താണ്? കിട്ടിയതൊക്കെ എങ്ങനെ ചെലവഴിച്ചു? പക്ഷെ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്താൽ പോരാ. എവിടുന്ന് സമ്പാദിച്ചു, എങ്ങനെ സമ്പാദിച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതാണ് അക്കൗണ്ടിൽ ഹറാമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് സ്വയം വിചാരണ കൊണ്ട് ഉള്ളിൽ തിളക്കേണ്ട ഒരു ചോദ്യമാണ്. പഠിച്ചോന്റെ ബർക്കത്ത് അവിടുന്ന് വരുന്നതാ, ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. എങ്ങനെ ശ്രമിച്ചാലും ഉണ്ടാക്കാൻ കഴിയില്ല. അത് പഠിച്ചോ തരുന്നതാണ് ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അർത്ഥം മനസ്സമാധാനമാണ്. ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ എന്ന് പറയാറുണ്ട്. വിൽ സ്മിത്ത് എന്ന് പറഞ്ഞൊരു നടനുണ്ട്, അദ്ദേഹം പറഞ്ഞതാണ്. വല്ലാത്തൊരു വാക്കാണ്. ഹാപ്പിനെസ് ഈസ് പീസ്. സന്തോഷം എന്ന് പറഞ്ഞാല് സമാധാനമാണ്, നോട്ട് പ്ലഷർ. അത് കുറച്ചു നേരം മാത്രം ഉണ്ടാകുന്ന പ്ലഷറിന്റെ പേരല്ല, തീരുന്നതല്ല, തീരാത്തതാണ്. ഹാപ്പിനെസ് ഈസ്
പീസ്. ആ സമാധാനം, പഠിച്ചവന്റെ അടുത്ത് നിന്നുള്ള ബർക്കത്ത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, നമ്മുടെ ഈ ട്രസ്റ്റിനും സ്ഥാപനങ്ങൾക്കും പോയ കാലങ്ങൾക്കും വരാനുള്ള കാലങ്ങൾക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.